കൂട്ടുകാരെല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ ചായക്കടയിലൊക്കെ കിട്ടുന്ന ബ്രെഡ് ഫ്രൈ ഇല്ലേ, അതാണ്. വളരെ സിമ്പിളാണ്, എന്നാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചായക്കടയിൽ നിന്നൊക്കെ കഴിച്ചവർക്ക് അറിയാം. അത് നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നൊന്ന് നോക്കാം. ചായയുടെ കൂടെയൊക്കെ ഇത് കഴിക്കാൻ വളരെ സൂപ്പറാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഉണ്ടാക്കിയത്. വളരെ ടേസ്റ്റി ആയിട്ട് തോന്നി, അതാണ് വീഡിയോ ഇടാമെന്ന് വെച്ചത്. എല്ലാവരും ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്ക് ബ്രെഡ് ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരു ബൗളിലേക്ക് മൈദ ആവശ്യത്തിനുള്ളത് എടുത്ത് വയ്ക്കാം. ബ്രെഡ് നമ്മൾ എടുക്കുന്നതിൻ്റെ അളവിനനുസരിച്ച് വേണം ബാറ്റർ തയ്യാറാക്കാൻ കേട്ടോ. ഇനി അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഫുഡ് കളറൊന്നും ചേർക്കണില്ല, ഒരു കളറിന് വേണ്ടിയിട്ടാണ്. ഒരു നുള്ളു ചേർത്താൽ മതി കേട്ടോ. ഇനി വേണ്ടത് എള്ളാണ്. എള്ള് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്താൽ സൂപ്പറായിരുന്നു. അത് നമ്മൾ ബ്രെഡൊക്കെ ഫ്രൈ ആക്കുമ്പോൾ ഒന്നിങ്ങനെ കടിക്കാനും കൂടി കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിലേക്ക് ചേർക്കണില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇല്ലെങ്കിലും ഉണ്ടാക്കാം, ചേർക്കുന്നത് നല്ലതാണ്. ഇനി ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് ആ മാവിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കണം. മാവ് എത്ര എടുക്കുന്നോ അത് നോക്കിയിട്ട് വേണം കേട്ടോ ഉപ്പ് ചേർക്കാൻ. അതും കൂടി ചേർത്തിട്ട് ഒന്ന് അല്പാൽപ്പമായിട്ട് വെള്ളം ഒഴിക്കണം. കൂടുതലങ്ങ് വെള്ളമാവാനും പാടില്ല, എന്നാൽ ഭയങ്കര ടൈറ്റ് ആവാനും പാടില്ല. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സാക്കി എടുക്കണം. അല്പാൽപ്പമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അതേപോലെ നമ്മൾ ഒഴിക്കുമ്പോഴൊക്കെ കിട്ടില്ലേ ദോശമാവല്ല, കുറച്ചും കൂടി കട്ടിയിൽ ബ്രെഡ് നമുക്കതിലേക്ക് കോട്ടിംഗ് ആയിട്ട് വേണം ഫ്രൈ ആക്കി എടുക്കാൻ. അപ്പോൾ അതേപോലെ വേണം മിക്സ് ചെയ്യാൻ കേട്ടോ. പഞ്ചസാര വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം, മധുരം വേണ്ടവർക്ക്. ബ്രെഡിൽ ഉണ്ടാകും, പക്ഷേ ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി. അല്ലാതെ നമ്മൾ ഇതേപോലെ ഫ്രൈ ആക്കുന്നതാണ് നല്ല രുചിയായിട്ട് തോന്നിയിട്ടുള്ളത്. ഇതേപോലെ മാവ് റെഡിയാക്കി ഇനി നമുക്ക് ഉടനെ തന്നെ ബ്രെഡ് ഫ്രൈ ആക്കി എടുക്കാം. ആവശ്യത്തിനുള്ള ബ്രെഡ് എടുത്താൽ മതി കേട്ടോ. അതിൻ്റെ ഷേപ്പ് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഞാൻ സാധാരണ നമ്മളെ ബ്രെഡിൻ്റെ അതേ ഷേപ്പിലാണ് മാവ് മുക്കിയെടുത്ത് പൊരിച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ ആയാലും കുഴപ്പമില്ല. ഇനി കട്ട് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തു. നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് മാവ് നമുക്ക് ഈ ബാറ്ററിൽ മുക്കിയെടുത്തിട്ട് എണ്ണയിലേക്ക് പതുക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് കരിയിക്കരുത്, ബ്രെഡല്ലേ പെട്ടെന്നാവും. അപ്പോൾ പെട്ടെന്ന് മൂത്ത് വരാനായിട്ട് ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഒരു മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ സിമ്മിലോ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഒന്ന് മറിച്ചെടുക്കാം. ഇത് കോട്ടിങ് കുറച്ച് കൂടിയത് രണ്ടും കൂടി ഒട്ടിപ്പോയി, അതൊന്ന് ഇടുന്നത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. പെട്ടെന്ന് ചെയ്തപ്പോൾ അങ്ങനെ ആയിപ്പോയതാണേ. ഓരോന്നോരോന്ന് സെപ്പറേറ്റ് ചെയ്താൽ നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. രണ്ട് ഭാഗവും ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. അത്യാവശ്യം ഒരു ഗോൾഡൻ കളറായാൽ മതി. ബ്രെഡ് വളരെ നൈസല്ലേ, കൂടുതലങ്ങ് കരിയേണ്ട ആവശ്യമില്ല. ഈ ചൂട് തന്നെ വെന്തിട്ടുണ്ടാവും. എന്നിട്ട് നമുക്കിത് കോരി മാറ്റിയെടുക്കാം. സൂപ്പറായിരുന്നു. എല്ലാവരും അഭിപ്രായം പറയുമോ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം കേട്ടോ.